കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾ മരിച്ചു. ലോഡിംഗ് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ നില ഗുരുതരമാണ്. വലിയങ്ങാടിയിൽ അപ്രതീക്ഷിതമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, പേരെന്താണ്? എന്റെ പേര് അബ്ദുറഹ്മാൻ. എന്താണ് സംഭവിച്ചത്? നമ്മള് 5-6 ആളുകളുടെ അതിന്റെ ഉള്ളിൽ, നോർമൽ 6 ആളാണ്. 6 ആളുകൾ കഥ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ വീണതിന്റെ മോൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടർന്നു വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ഇരുമ്പ് പൊരിയുന്ന ഒച്ചയും കേട്ടൻ പാടെ ഞാൻ ഇറങ്ങി ഓടി. പിന്നെ കാണുന്നത് ഇറ്റികളെ മേല് വീണെടുക്കണം, ബാക്കിയുള്ള ആളുകളെ മേല് വീണെടുക്കേണ്ടതാണ്. അതിൽ ഒരാൾ കോയാന്ന് പറഞ്ഞ ഒരാളുടെ ഇരുന്ന് മൂപ്പരിക്ക് കാലിന്റെ മുകളിൽ ചെറിയ പരിക്കില്, ബാക്കി എല്ലാവരും ഇതിന്റെ അടിയിലാണ്. ഞാനത് കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് കയ്യും കാലും പറിച്ചിട്ടൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ആളൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയ ആളെ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. പരിക്ക് വലിയ ശബ്ദത്തോടുകൂടിയാണ് ഇത് വീണത്. അത്യാവശ്യം നല്ല ശബ്ദത്തിലാണ് വീണത്. ആദ്യം ഒരു ചെറിയൊരു ഇരുമ്പ് എന്തോ പൊരിയുന്നമായുള്ള സൗണ്ട് കേട്ട് ആ സൗണ്ട് കേട്ടൻ പാടാണ് ഞാൻ ഇറങ്ങി ഓടിയത്. ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാ? ഞാന് ആ ഗോഡൌണിൽ സാധനം ഇറക്കുന്ന ആളാണ്. ജസ്റ്റ് മിസ് എന്നാണ് നല്ല പറയാൻ. അവിടെ ഇപ്പൊ നമ്മളെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ജബ്ബാർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ സെമീന എന്ന് പറഞ്ഞ ലോറിന്റെ ഓണറും ഡ്രൈവറൊക്കെ അല്ല ബഷീർക്കുണ്ട്. ഇവരെ കൂടെ കയറുന്ന വിനോദ്, അസറു, പിന്നെ നമ്മളെ ഈ ഗാമ എന്ന് പറഞ്ഞ ഷോപ്പ് വർക്ക് ചെയ്യുന്ന ജബ്ബാറുണ്ട്. പിന്നെ പയ്യോളി കയറ്റുന്ന ഒരു കോയ ഉണ്ട്. ഇത്രയും ആളുകൾ എന്റെ ഓർമ്മയിലുണ്ട്. ഓടാൻ പറ്റിയില്ലായിരിക്കും. ഓടാൻ പറ്റില്ല. ഞാനും ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് വയ്ക്കുന്നത്. അപ്പൊ ഓടലും ഞാൻ ഓടി ഇറങ്ങലും ഇത് ബികലും കഴിഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ അത്ര പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അത്ര ആളുകൾ എന്റെ ഓർമ്മയിലില്ല. കൂടാതെ ആരും ഉണ്ടോ എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് കഴിച്ചില്ല എന്ന് പറയാം. അതെ ഐസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകൾ ഓടി. അപ്പോഴേക്ക് പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഓടിക്കൂടി പൊന്തിക്കലും ഫയർഫോഴ്സിനും പോലീസിനൊക്കെ വിളിച്ച്. ഒരാളുടെ നില ഇത്തിരി ഗുരുതരമാണ്. അങ്ങനെയാണ് കേട്ടത്. കൊണ്ടേ ആളുകൾ പറഞ്ഞു. ഇപ്പൊന്നും വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പരിചയക്കാരായ ആളുകൾ തന്നെയാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഒരാളുടെ നില അങ്ങേറ്റം ഗുരുതരമാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ കെട്ടിടം വീണപ്പോൾ, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ വീണപ്പോൾ തന്നെ ആളുകൾ, രക്ഷാപ്രവർത്തകർ എത്തുകയും മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും വലിയ ഒരു രക്ഷപ്പെടലാണ് അദ്ദേഹത്തിന് സാധ്യമായിരിക്കുന്നത്. ലോറി ഡ്രൈവറും കൂടെ പണിയെടുക്കുന്ന ജോലിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് സൗണ്ട് കേട്ടിട്ട് ഓടിപ്പോയ ആൾക്കാരുണ്ട്, രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ട ആൾക്കാർ അവിടെ പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അവരറിഞ്ഞ് ഇങ്ങനെ ബിൽഡിംഗ് വീണിക്കണ്, അവിടെ കുറെ ആൾക്കാർ 5-8 ആൾക്കാരുണ്ട്. അപ്പൊ അറിഞ്ഞ ആൾക്കാരെ പേരൊക്കെ പറഞ്ഞെന്ന് അങ്ങനെ ഇവിടെ എല്ലാവരും ഓടിയതുണ്ട്. പൊളിച്ചു മാറേണ്ട അവസ്ഥയിലുള്ളതാണ്. ഒന്നാമത് തൊഴിലാളികൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഈ സൺസൈഡിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. അതാണ് മെയിൻ പ്രശ്നം. പണി കഴിഞ്ഞ ജോലിക്ക് തണലത്ത് അവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കാറുണ്ട്. തൊഴിലാളികള് സാധാരണ ഇവിടെ ജോലി കഴിഞ്ഞാലും ഉള്ള സമയത്തൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളാ. 4-6 തൊഴിലാളികൾക്കാണ് പരിക്ക് വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക്. 6 ആൾക്ക് നല്ല ഗുരുതരമാണ്. അപ്പൊ അതില് നേരത്തെ ഇത് പൊളിക്കാനും ഒക്കെ ഓർഡർ ആയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതിന്റെ വേണ്ടത്ര രീതിയിൽ ഈ പറയുന്ന ആളുകൾ കേസിന് പോയിട്ടും അല്ലാതെയും ഒക്കെ നേരം വഴി ഡിലേ ആയതാണ് ഇപ്പൊ ഈ ദുരന്തത്തിന്റെ കാരണം. ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണല്ലേ? കോർപ്പറേഷൻ നേരത്തെ പിന്നെ ഒഴിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്തതാണത്. ദുഃഖകരമായൊരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. തൊഴിലാളികൾ ക്ഷീണമകറ്റാനൊക്കെ റെസ്റ്റ് എടുക്കാനിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണ് വലിയൊരു അപകടമുണ്ടായിരിക്കുന്നത്. 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ നില ഗുരുതരം എന്നതാണ് വിവരം. അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട തൊഴിലാളികളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ സ്വന്തം ജീവൻ രക്ഷിക്കാനായതിന്റെ ആശ്വാസം ഉള്ളപ്പോൾ തന്നെ കൂടെ അതേസമയം വരെ അല്പം സെക്കൻഡുകൾക്ക് മുൻപ് വരെ ഒപ്പം ഉണ്ടായിരുന്ന 2 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവമാണ്. അതിന്റെ വലിയ ആഘാതവും അവരിലുണ്ട്. MS അനീഷ് കുമാർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, കാലപ്പഴക്കം കൊണ്ട് ഇത് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട കെട്ടിടമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ നിർദ്ദേശം അവഗണിച്ചതാണ് ഇപ്പോൾ ഒരു വലിയ ദുരന്തത്തിൽ എത്തി നിൽക്കുന്നത്. 2 ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പരിക്കേറ്റവരുടെ നില എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അവിടെ നിന്നുള്ള വിവരങ്ങൾ?